നമസ്കാരം, ഏവർക്കും സൈലം SSC-RRBയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ച ചില മുൻവർഷ ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. LCM ആൻഡ് HCF എന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് നമ്മളിത് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 3 numbers are in the ratio 4:5:7 and their LCM is 5600. Their HCF is. 3 നമ്പറുകൾ തമ്മിലുള്ള അനുപാതം 4:5:7 എന്നാണ്. അവയുടെ LCM തന്നിരിക്കുന്നത് 5600 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ HCF എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ 4:5:7 എന്നുള്ളതാണ്. നമുക്കതിനെ എടുത്തെഴുതാം 4:5:7. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ നമ്പറുകൾ എന്ന് പറയുന്നത് 4x:5x:7x ആണ്. 4x, 5x, 7x ഈ നമ്പറുകളുടെ HCF നമുക്ക് കണക്കാക്കാം. അതിന് ചെയ്യേണ്ടത് 4 × 5 × 7 ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനോടുകൂടി എക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 5 × 7 നമുക്ക് കിട്ടുന്നു 140, എക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 140x. ഇതാണ് ഈ സംഖ്യകളുടെ LCM എന്ന് പറയുന്നത്. ചോദ്യത്തിൽ തന്നിരിക്കുന്നു LCM 5600 ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില നമുക്ക് കണക്കാക്കാം. ഈ സീറോയും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. 14നെയും 56നെയും ക്യാൻസൽ ചെയ്യുന്നു. 4 കിട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നു എക്സിൻ്റെ വില എന്നത് 40. ഈ എക്സ് തന്നെയാണ് ഇവിടുത്തെ HCF. സോ ആൻസർ എന്ത് വരുന്നു? ഓപ്ഷൻ എ വരുന്നു. ഈ എക്സ് ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ തന്നെയാണ് ഇവിടെ HCF. പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം ഇതാണ്: In a temple, 4 bells ring together at intervals of 12, 16, 24 and 36 minutes respectively. If they start ringing at regular intervals from 6 AM, when will they ring together again? അതായത് ഒരു അമ്പലത്തിൽ 4 മണികളുണ്ട്. ഒന്നാമത്തെ മണി ഓരോ 12 മിനിറ്റ് കഴിയുമ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മണി ഓരോ 16 മിനിറ്റ് കഴിയുമ്പോഴും മുഴങ്ങും. മൂന്നാമത്തേത് ഓരോ 24 മിനിറ്റ് കഴിയുമ്പോഴും, നാലാമത്തെ മണി ഓരോ 36 മിനിറ്റ് കഴിയുമ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കും. രാവിലെ കൃത്യം 6 മണിക്ക് ഈ 4 മണികളും ഒരുമിച്ച് മുഴങ്ങി. അങ്ങനെയാണെങ്കിൽ ഇനി എപ്പോഴാണ് ഈ മണികളെല്ലാം ഒരുമിച്ച് മുഴങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ, അതായത് ഈ ബെല്ലുകളെല്ലാം ഒരുമിച്ച് റിങ് ചെയ്യുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഈ ട്രാഫിക് ലൈറ്റുകളെല്ലാം ഒരുമിച്ച് കത്തുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഓട്ടക്കാരെല്ലാം ഒരുമിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും മീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇങ്ങനെ കൺവേർജിങ് ഐഡിയാസ് വരുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് LCM ആണ്. അപ്പോൾ ഈ ചോദ്യം സോൾവ് ചെയ്യാൻ നമുക്ക് കാണേണ്ടത് 12, 16, 24, 36 എന്നീ സമയങ്ങളുടെ LCM ആണ്. അപ്പോൾ നമുക്ക് ഇവരുടെ LCM ഒന്ന് കണ്ടു നോക്കാം. LCM ഓഫ് 12, 16, 24 and 36. ഇവിടെ നമുക്ക് പല രീതിയിൽ LCM കാണാം. ലോങ് ഡിവിഷൻ വഴി നമുക്ക് കാണാം, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി കാണാം, അല്ലെങ്കിൽ ഏറ്റവും വലിയ നമ്പറിനെ ബേസ് ചെയ്തും നമുക്ക് കാണാം. നമുക്ക് ആദ്യം ഇവരിൽ ഏറ്റവും വലിയ നമ്പറായ 36നെ ചൂസ് ചെയ്യാം. 36 കൊണ്ട് ഈ നമ്പറുകളെല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 36 കൊണ്ട് നമുക്ക് 16നെ ഹരിക്കാൻ പറ്റില്ല. ഇനി 36ന്റെ അടുത്ത മൾട്ടിപ്പിൾ, അതായത് 36 × 2 72. 72 കൊണ്ട് നമുക്ക് ഈ എല്ലാ നമ്പറുകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 72നെ 16 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. ഇനി 36ന്റെ അടുത്ത മൾട്ടിപ്പിൾ 108. 108 കൊണ്ടും ഈ എല്ലാ സംഖ്യകളെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത മൾട്ടിപ്പിൾ നോക്കാം, 144. 144 കൊണ്ട് നമുക്ക് 12നെ ഡിവൈഡ് ചെയ്യാം, 16നെ ഡിവൈഡ് ചെയ്യാം, 24നെ ഡിവൈഡ് ചെയ്യാം, 36നെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ LCM എന്നത് നമുക്ക് 144 എന്നെടുക്കാം. ഇനി ഇങ്ങനെയല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് LCM കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന നമ്പറുകളെ എടുത്തെഴുതുക: 12, 16, 24, 36. ഈ നമ്പറുകളെ പ്രൈം നമ്പറോ അല്ലെങ്കിൽ അവരുടെ പവറുകളോ ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് 12 എന്നത് നമുക്കറിയാം 3 × 4 ആണെന്നറിയാം. പക്ഷേ 4 ഒരു പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് 4നെ നമ്മൾ 2² എന്ന് എഴുതുന്നു. അതായത് ഒരു പ്രൈം നമ്പറായ 2ന്റെ പവറായിട്ട് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു. സോ അവിടെ പ്രൈം നമ്പറിൻ്റെ പവറും മാത്രമേ വന്നിട്ടുള്ളൂ, 3 × 2². 16നെ നമുക്ക് 2⁴ എന്ന് എഴുതാം. 2 ഒരു പ്രൈം നമ്പറാണ്.
2⁴ എന്നത് പ്രൈം നമ്പറായ 2ൻ്റെ പവറാണ്. ഇനി 24നെ നമുക്ക് 3 × 8 എന്ന് ചിന്തിക്കാം. 3 പ്രൈം നമ്പറാണ്, അതുകൊണ്ട് 3നെ അങ്ങനെ തന്നെ എഴുതാം. പക്ഷേ 8നെ നമ്മൾ എഴുതും 2³ 36നെ 9 × 4 എന്ന് നമുക്ക് ചിന്തിക്കാം. 4നെ എങ്ങനെ എഴുതണം? 2² എന്ന് എഴുതണം. കാരണം പ്രൈം നമ്പറോ അതിൻ്റെ പവറോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഇനി 9നെ എങ്ങനെ എഴുതണം? 3² എന്ന് എഴുതണം. അപ്പോൾ ഈ രീതിയിൽ പ്രൈം നമ്പറും അവരുടെ പവറുകളുമാക്കി മാറ്റി നമ്മൾ എഴുതിയിരിക്കുന്നു. ഇനി ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് LCM ആണ്. LCM കാണാനുള്ള വഴി ഏറ്റവും ആദ്യം നമുക്ക് ചെറിയ നമ്പറായ 2നെ എടുക്കാം. 2ൻ്റെ ഏറ്റവും വലിയ പവർ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 2² ആണ്, ഇവിടെ 2⁴ ആണ്, ഇവിടെ 2³ ആണ്, ഇവിടെ 2² ആണ്. സോ ഏറ്റവും വലിയ പവറായ 2⁴ നമ്മൾ പിക്ക് ചെയ്യുന്നത്. സോ LCMന് വേണ്ടി നമ്മൾ എടുത്തെഴുതുന്നു. LCM is equal to 2⁴. അപ്പോൾ 2ൽ നിന്നും ആര് സെലക്റ്റായി? 2⁴ സെലക്റ്റായി. ഇനി അടുത്തത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 3ൽ നിന്നുമാണ്. ഇവിടെ നിങ്ങൾക്ക് 3 കാണാം, ഇവിടെ മറ്റൊരു 3 കാണാം, ഇവിടെ 3² കാണാം. അപ്പം ഏറ്റവും വലിയ പവറിനെ 3യുടെ ഏറ്റവും വലിയ പവറിനെ ചൂസ് ചെയ്ത് എടുത്തെഴുതുക. അത് 3² ആണ്. അപ്പോൾ 2⁴ × 3² ആണ് എന്ന് വെച്ചാൽ 16 × 9 ആണ്. അതും എവിടെ തന്നെ എത്തി? 144ൽ തന്നെ എത്തി. സോ ഇങ്ങനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ വഴിയും LCM കാണാം. ഇനി നിങ്ങൾക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് വഴി നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെ എഴുതി ആ രീതിയിലും കാണാം. ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്തുകൊള്ളുക. അപ്പോൾ LCM കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഈ 144 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 144 മിനിറ്റുകളാണ്. അപ്പോൾ 6 മണി കഴിഞ്ഞ് 144 മിനിറ്റ് കൂടി കഴിയുമ്പോഴാണ് ഈ ബെല്ലുകളെല്ലാം ഒരുമിച്ച് റിങ് ചെയ്യുന്നത്. 144 എന്നത് നമുക്കറിയാം 120 + 24 അല്ലേ 144 എന്ന് പറയുന്നത്. അതായത് 120 മിനിറ്റ് കൂട്ടണം 24 മിനിറ്റ്. ഒരു മണിക്കൂർ എന്നാൽ 60 മിനിറ്റ് അല്ലേ? അപ്പോൾ 120 മിനിറ്റ് എന്നാൽ 2 മണിക്കൂർ അല്ലേ? ദാറ്റ് മീൻസ് 2 മണിക്കൂറും 24 മിനിറ്റും കൂടെ നമ്മൾ ഇതിനോടുകൂടി ആഡ് ചെയ്യണം. 6 മണിയോടുകൂടി 2 മണിക്കൂർ ആഡ് ചെയ്യുമ്പോൾ 8 മണി. അതിനോടുകൂടി 24 മിനിറ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ കൃത്യം 8:24 AM കിട്ടും. അപ്പോൾ 8:24 AM ആകുമ്പോൾ വീണ്ടും ഈ മണികളെല്ലാം ഒരുമിച്ച് മുഴങ്ങും. ഇനി 8:24 ശേഷം എപ്പോഴായിരിക്കും ഈ മണികൾ ഒരുമിച്ച് മുഴങ്ങുന്നത്? 8:24 144 മിനിറ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 8:24 AM ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം ഇതാണ്. The HCF and the LCM of two numbers are 1080 and 30,240 respectively. If one of the numbers is 4320, then the other number is. HCF ഉം LCM ഉം തന്നിരിക്കുന്നു 1080 ഉം 30240. ഏതോ രണ്ട് നമ്പറിൻ്റെ HCF ഉം LCM ഉമാണ്. അതിൽ ഒരു നമ്പർ 4320 ആണ് എന്ന് തന്നിരിക്കുന്നു. മറ്റേ നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോർമുലയായ HCF × LCM = ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ എന്നതാണ്. ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ. ഇവിടെ HCF തന്നിരിക്കുന്നത് 1080 ആണ്, LCM തന്നിരിക്കുന്നത് 30240 ആണ്. ഒരു നമ്പർ തന്നിരിക്കുന്നു 4320 എന്നത്. സെക്കൻഡ് നമ്പർ അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അറിയില്ലാത്ത നമ്പറിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കാം. ഇനി എന്ത് ചെയ്യുക? ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ സീറോയും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. 108നെയും 432നെയും നമുക്ക് കട്ട് ചെയ്യാം, 4 വരുന്നു. അതേപോലെ തന്നെ 3024നെയും 4നെയും നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നു 756. അങ്ങനെയാണെങ്കിൽ എക്സ് അഥവാ രണ്ടാമത്തെ നമ്പറിൻ്റെ വില എന്ന് പറയുന്നത് 7560 ആണ്. സോ ഇത്തരത്തിൽ വളരെ ഫാസ്റ്റായി ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്കിതിനെ സോൾവ് ചെയ്തെടുക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യവും LCM HCFുമായി കണക്ട് ചെയ്ത മറ്റൊരു രീതിയിലുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്. The LCM of two numbers is 42 times their HCF. The sum of LCM and HCF is 6, not 2. If one of them is 84, then find the other number. അതായത് രണ്ട് നമ്പറുകളുടെ LCM പറയുന്നത് അവരുടെ HCFൻ്റെ 42 ഇരട്ടിയാണ്.
LCMൻ്റെയും HCFൻ്റെയും തുക എന്ന് പറയുന്നത് 602 ആണ്. ആ നമ്പറുകളിൽ ഒരാൾ 84 ആണെങ്കിൽ മറ്റേയാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മുമ്പ് പറഞ്ഞ ഫോർമുല വെച്ച് തന്നെ ചെയ്യുന്ന ഒരു ചോദ്യമാണ്, പക്ഷേ അത്രത്തോളം ഡയറക്റ്റ് അല്ല എന്ന് മാത്രമാണ് ഈ ചോദ്യത്തിലെ വ്യത്യാസം. ഇവിടെ നമുക്ക് LCMനെ X എന്ന് വിളിക്കാം, HCFനെ Y എന്നും വിളിക്കാം. അപ്പോൾ LCM X ആണ്, HCF Y ആണ്. ചോദ്യത്തിൽ തന്നിരിക്കുന്നു LCM ഈസ് 42 ടൈംസ് ദെയർ HCF. അതായത് LCM ആയ X എന്ന് പറയുന്നത് HCF ആയ Yയുടെ 42 തവണയാണ്. അതേപോലെ തന്നെ സം ഓഫ് LCM ആൻഡ് HCF ഈസ് 602 എന്നും തന്നിരിക്കുന്നു. അതായത് LCM ആയ X പ്ലസ് HCF ആയ Y ആഡ് ചെയ്യുമ്പോൾ 602 ആണ് നമുക്ക് കിട്ടുന്നത്. X 42 Y ആണ് എന്ന് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ X പ്ലസ് Yനെ നമുക്ക് എഴുതാം 42Y പ്ലസ് Y വിച്ച് ഈസ് ഈക്വൽ ടു 602. അങ്ങനെയാണെങ്കിൽ 43Y വിൽ ബി ഈക്വൽ ടു 602. അപ്പോൾ Yയുടെ വില നമുക്ക് കണ്ടുപിടിക്കാം. Yയുടെ വില എന്നത് 602 ഡിവൈഡഡ് ബൈ 43 ആയിരിക്കും. നമുക്ക് കിട്ടും 14. Y എന്ന് പറയുന്നത് HCF ആണ്. അപ്പോൾ HCFൻ്റെ വില 14 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു നമ്പർ 84 ആണെങ്കിൽ മറ്റേ നമ്പർ എത്ര എന്നുള്ളതാണ്. സോ LCM എന്ന് പറയുന്നത് HCFൻ്റെ 42 മടങ്ങല്ലേ. അപ്പോൾ നമ്മുടെ നോർമൽ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നു. LCM ഇൻറ്റു HCF ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഇവിടെ LCM എന്ന് പറയുന്നത് 42Y ആണ്. Y ഇനി പഴയ Y അല്ല, Yയുടെ വില 14 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ HCF 14 എന്ന് Yയിലൂടെ നമുക്ക് കിട്ടി. ആ 14 ആണ് ഇവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്ന 14 ഈക്വൽ ടു ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 84 ആണ്. അടുത്ത നമ്പർ അറിയില്ല, ഓൾറെഡി Xും Yയും നമ്മൾ എടുത്തു. അപ്പോൾ ഇനി അറിയില്ലാത്ത അടുത്തയാളെ നമ്മൾ Z എന്ന് വിളിക്കാം. അപ്പോൾ കണ്ടുപിടിക്കേണ്ട നമ്പർ Z ആണ് എന്ന് സങ്കല്പിക്കാം. ഇനി 42 ഇൻറ്റു 14നെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. അതായത് 14നെ ഞാൻ 2 ഗുണിക്കണം 7 എന്ന് എഴുതുന്നു. അടുത്ത 14 അതേപോലെ തന്നെ എടുത്തെഴുതുന്നു. 84 ഇൻറ്റു Z എന്ന് ഇതിനെ എഴുതുന്നു. ഇങ്ങനെ എഴുതാനുള്ള കാരണം 42 ഇൻറ്റു 2 84 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 84നെയും ഈ 84നെയും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ Z എന്നത് 7 ഇൻറ്റു 14, അതായത് 98 ആണ് Z-ൻ്റെ വാല്യൂ. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒളിഞ്ഞിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 98 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ LCM ഇൻറ്റു HCF ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എന്ന ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് നിങ്ങൾ ഈ ചോദ്യത്തിലൂടെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് ദ റേഷ്യോ ഓഫ് 2 numbers is 5:7 and their HCF is 8, then their LCM is. 2 നമ്പറുകളുടെ അനുപാതം എന്ന് പറയുന്നത് 5:7 ആണ്. ആ നമ്പറുകളുടെ HCF 8 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ LCM എത്ര? നോക്കൂ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ 5:7 എന്നാണ്. നമുക്ക് അതിൻ്റെ യഥാർത്ഥ നമ്പറുകളായിട്ട് എഴുതുമ്പോൾ മാറ്റി എഴുതാം 5x:7x. ഇവിടെ രണ്ടിടത്തും കോമൺ ആയി വരുന്ന X തന്നെയാണ് ഇവരുടെ HCF. അപ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന 8 എന്നത് ഇവരുടെ HCF ആണ്. അതായത് Xൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി, 8 എന്ന് കിട്ടി. ഇനി 5x-ഉം 7x-ഉം വരുമ്പോൾ അവരുടെ LCM കണ്ടുപിടിക്കാൻ നമുക്കൊരു ടെക്നിക് ഉണ്ട്. 5നെയും 7നെയും മൾട്ടിപ്ലൈ ചെയ്യുക. 35 കോമൺ ആയിട്ടുള്ള X 35നോട് കൂടി ചേർത്ത് എഴുതുക. സോ 35x ആയിരിക്കും അവരുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ Xൻ്റെ വില 8 ആണെങ്കിൽ 35 ഇൻറ്റു 8 അല്ലേ അവരുടെ LCM എന്ന് വരിക. സോ 35 ഇൻറ്റു 8 ആയിരിക്കും ആൻസർ. സോ 35 ഇൻറ്റു 8 നമുക്ക് കിട്ടുന്നു 280 ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സൈലം ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്. ഏപ്രിൽ മാസം 23-ാം തീയതി ആയിരിക്കും അതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. 1299 രൂപയായിരിക്കും ഈ കോഴ്സിൻ്റെ ഫീ വരുന്നത്. അപ്പോൾ ഒരു ചിട്ടയായ പഠനത്തിലൂടെ
ഈ ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്ത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുമെന്നത് ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾക്ക് ശേഷം അന്നത്തെ ക്ലാസ്സിൻ്റെ PDF നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർ, അതും ഒരു ഗ്രൂപ്പ് ഡി എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. സൈലം നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.